എറണാകുളം മലയാറ്റൂർ മുണ്ടയ്ക്കാമറ്റത്ത് 19 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് സൂചന. മുണ്ടയ്ക്കാമറ്റം സ്വദേശി ചിത്രപ്രിയയാണ് റോഡിനരികിലുള്ള വിജനമായ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഞ്ജുവാണ് ചേരുന്നത്. അഞ്ജു, 19 വയസ്സുകാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് സംഭവം? രേണുക, 4 ദിവസം മുൻപാണ് മലയാറ്റൂർ മുണ്ടയ്ക്കാമറ്റം സ്വദേശിയായ 19 വയസ്സുകാരി ചിത്രപ്രിയയെ കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെയാണ് വീടിനടുത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹത്തിൻ്റെ, അതായത് ചിത്രപ്രിയയുടെ മൃതദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗത്തായിട്ട് ആഴത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഈ മൃതദേഹത്തിന് സമീപത്തുള്ള കല്ലിൽ നിന്നും രക്തക്കറയും കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ ഒരു മരണം, ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഈ കടയിലേക്കാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച 6-ാം തീയതി ശനിയാഴ്ച കടയിലേക്കാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. തുടർന്ന് ചിത്രപ്രിയയെ കാണാതാവുകയായിരുന്നു. പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം നടക്കുകയും ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇന്നലെ ചിത്രപ്രിയയുടെ മൃതദേഹം വീടിന് സമീപത്ത് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തുന്നത്. അഴുകിയ നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ നിരവധി പാടുകളും, ചിത്രപ്രിയയുടെ ശരീരത്തിൽ നിരവധി പാടുകളും മുറിവേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ചിത്രപ്രിയ ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ചിത്രപ്രിയ ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ വന്നിറങ്ങുന്നതും പിന്നെ മറ്റ് രണ്ട് പേരെയും നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് ഈ ആൺസുഹൃത്തായ അലനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആദ്യം ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചുവെങ്കിലും പിന്നീട് ഈ അലനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തതിലൂടെ ഈ ആൺസുഹൃത്തായിട്ടുള്ള അലൻ കുറ്റം സമ്മതിച്ചു. താൻ മദ്യലഹരിയിൽ ചിത്രപ്രിയയുടെ തലയ്ക്കടിച്ച് കല്ലുകൊണ്ട് ചിത്രപ്രിയയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അലൻ പറഞ്ഞത്. അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. താൻ സംശയത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് ചിത്രപ്രിയയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ പോലീസിന് ഈ ഒരു മരണം കൊലപാതകമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പെൺകുട്ടി ആൺസുഹൃത്തുമായിട്ടുള്ള പോയ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് സുഹൃത്തിനോടൊപ്പമാണ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നത്. ഈ പെൺകുട്ടി ഫോൺ വിളിച്ചാൽ എടുക്കില്ല, താൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ല, അതുപോലെ തന്നെ തൻ്റെ മെസ്സേജ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ടായ സംശയത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് അലൻ, ഈ ആൺസുഹൃത്തായിട്ടുള്ള അലൻ ചിത്രപ്രിയയെ തലയ്ക്കടിച്ച് കൊന്നതെന്നാണ് ഈ അലൻ സമ്മതിച്ചിരിക്കുന്നത്, പോലീസിനോട് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ ഈ ഒരു മരണം കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശനിയാഴ്ച കാണാതാകുന്ന, അതായത് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള ചിത്രപ്രിയ ഈ അടുത്തിടെയാണ് വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരു പരിപാടിക്കായി നാട്ടിലെത്തുന്നത്. തുടർന്ന് കടയിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ചിത്രപ്രിയയെ കാണാതാവുകയും കുടുംബം പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രപ്രിയയുടെ മൃതദേഹം അഴുകിയ നിലയിൽ വീടിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തുന്നത്. ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ ആദ്യം മുതൽ തന്നെ വളരെ ദുരൂഹതകൾ നിലനിന്നിരുന്നു. കാരണം പെൺകുട്ടിയുടെ തലയുടെ പിൻഭാഗത്തായിട്ട് ആഴത്തിലുള്ള മുറിവും അതുപോലെ തന്നെ മൃതദേഹത്തിന് സമീപത്തായിട്ട് കല്ലൊക്കെ തന്നെയും കണ്ടെത്തിയിരുന്നു. എന്തായാലും
ഈ ഒരു പോസ്റ്റ്മോർട്ടം പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാലേ ഈ മരണം ചിത്രപ്രിയയുടെ മരണം ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഈ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത ആൺസുഹൃത്ത് ഇപ്പോൾ കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അലന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് അലൻ ഉൾപ്പെടെയുള്ള അലനും ചിത്രപ്രിയയും അടക്കമുള്ളവർ മദ്യപിച്ചിരുന്നു സംഭവ ആ ഒരു സമയത്ത്, അതായത് ഇവർ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ള ഒരു മൊഴിയും അലൻ നൽകുന്നുണ്ട്. അതായത് ഈ ചിത്രപ്രിയയും അതുപോലെ തന്നെ വ്യക്തമാണ്. എറണാകുളം മലയാറ്റൂർ മുണ്ടയ്ക്കാമറ്റത്ത് 19 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന സംഭവത്തിൽ സുഹൃത്ത് കസ്റ്റഡിയിലാണ്. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് സൂചന ലഭിക്കുന്നത്. മുണ്ടയ്ക്കാമറ്റം സ്വദേശി ചിത്രപ്രിയയാണ് റോഡിനരികിൽ വിജനമായ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ പങ്കുവച്ചത് അഞ്ജുവാണ്.